മാനസ, സംസ്ഥാനത്ത് SIR പ്രക്രിയ ഇന്നുകൊണ്ട് പൂർത്തിയാവുകയാണോ? ചൊവ്വാഴ്ച കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമോ? മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അതേ രീതിയിലാണ് ക്രമീകരണങ്ങളൊക്കെയും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തോടെ പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ അവസാനിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ കരട് വോട്ടർ പട്ടിക ഈ മാസം 23-ന് പ്രസിദ്ധീകരിക്കും. അതോടൊപ്പം തന്നെ ഇതുവരെ 2,78,00,000 എന്യൂമറേഷൻ ഫോമുകളാണ് ഡിജിറ്റലൈസേഷൻ ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 25 ലക്ഷത്തോളം, അതായത് 24,95,000 ലക്ഷമായി ഉയർന്നിട്ടുണ്ട് ഈ തിരികെ ലഭിക്കാത്ത ഫോമുകളുടെ എണ്ണം എന്നാണ് പറയുന്നത്. അതിൽ ഒരുപാട് പേർക്ക് ഇപ്പോഴും പേരുകൾ ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്നത് മരിച്ചവർ, അതോടൊപ്പം തന്നെ സ്ഥലം മാറിയവർ ഉൾപ്പെടെയുള്ളവരുടെ ഫോമുകളാണ് തിരികെ ലഭിക്കാത്തത് എന്നതാണ്. എന്നാൽ സ്ഥിരം താമസം വരെ ഉള്ള ആളുകൾക്കും ഇത്തരത്തിൽ ഫോമുകൾ ലഭ്യമായിട്ടില്ല എന്ന പരാതികൾ ഉയരുന്നുണ്ട്, ആശങ്കകളും ഉയരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ സമയം അവസാനിച്ചിരിക്കുകയാണ്. എങ്കിൽ കൂടിയും പരാതികളൊക്കെയും തന്നെ അറിയിക്കാനുള്ള തീയതി ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ഇതിന് ശേഷം, അതായത് 23-ന് ശേഷം ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ഇല്ല അല്ലെങ്കിൽ പേര് ചേർത്തതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും പരാതികളൊക്കെയും തന്നെ അറിയിക്കാൻ ഈ മാസം അടുത്ത ജനുവരി 22 വരെ അതിനായുള്ള അപേക്ഷ നൽകാനുള്ള സമയം ഉണ്ട് എന്നതാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും ആളുകൾക്ക് ആദ്യഘട്ടം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആശങ്കകളും പരിഭവങ്ങളൊക്കെയും തന്നെ നിറഞ്ഞ ഒരു പ്രക്രിയയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും ആശയങ്ങളും പ്രകടിപ്പിച്ചതാണ്. ഇത്തരത്തിൽ ഈ വോട്ടർ ലിസ്റ്റ് ഏതൊക്കെ ആളുകളെയാണോ ലഭിച്ചത്, ഏതൊക്കെ 25 ലക്ഷത്തോളം ആളുകളുടെ ലഭിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ രാഷ്ട്രീയ നേതാക്കൾക്കും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും സംസ്ഥാനത്ത് SIR പ്രക്രിയ ഇന്ന് പൂർത്തിയാകുന്നു എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. 25 ലക്ഷത്തിലധികം മനുഷ്യർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. നമ്മൾ ഈ പ്രക്രിയ ആരംഭിക്കുമ്പോൾ മുന്നോട്ട് വെച്ച ആശങ്കകളെയൊക്കെ ശരിവെക്കുന്ന കണക്കുകളാണ് വന്നിരിക്കുന്നത്. ഏതായാലും കരട് വോട്ടർ പട്ടിക വരട്ടെ. 23-ാം തീയതി കരട് വോട്ടർ പട്ടിക പുറത്തുവരും. അപ്പോൾ അറിയാം പൂർണ്ണമായ വിവരങ്ങളാണ് മാനസ നൽകിയത്.